വീണ്ടും ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കി സൈനിക മേധാവി അസീം മുനീർ രംഗത്ത്. ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ശക്തമായി പ്രതികരിക്കില്ല എന്ന് ഇന്ത്യ ഒരിക്കലും വ്യാമോഹിക്കേണ്ട. തിരിച്ചടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അതികഠിനമായിരിക്കും എന്നതാണ് മുനീറിന്റെ ഭീഷണി മുഴക്കുന്നത്. അതേപോലെ തന്നെ അത് മാത്രമല്ല, പാകിസ്ഥാൻ സമാധാന രാഷ്ട്രമാണ് എന്ന് മുനീർ സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ സ്ഥാനമാനങ്ങൾ കിട്ടിയതിന് പിന്നാലെയുള്ള ആദ്യ പ്രസംഗത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന്റെ പുതിയ പ്രതിരോധ സേനാ മേധാവിയായി ചുമതലയേറ്റതിന് പിന്നാലെയായിരുന്നു അസീം മുനീർ ഇത്തരമൊരു ഭീഷണി മുഴക്കി രംഗത്ത് വരുന്നത്. ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാൻ പ്രതികരണം ഇതിലും വേഗത്തിലുള്ളതും തീവ്രവുമായിരിക്കില്ല എന്ന് അവിടെ ഒരു മിഥ്യാധാരണ ഇന്ത്യ വെച്ചു പുലർത്തരുത് എന്നതാണ് അസീം മുനീർ പറയുന്നത്. കഴിഞ്ഞയാഴ്ചയാണ് മുനീർ പാകിസ്ഥാന്റെ 3 പ്രതിരോധ സേനകളുടെയും മേധാവി എന്ന പുതിയ സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യ ആകട്ടെ നിരന്തരം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഇത്തരം ഒരു ഭീഷണി മുഴക്കിക്കൊണ്ട് അസീം മുനീർ രംഗത്ത് വരുന്നതും. എന്നാൽ പാകിസ്ഥാന്റെ ഭീഷണി ഒന്നും തന്നെ ഇന്ത്യക്ക് മുന്നിൽ വില പോകില്ല എന്നത് ഇന്ത്യ ഇതിനു മുന്നേ തന്നെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയതുമാണ്. അതേപോലെ തന്നെ പാകിസ്ഥാൻ സമാധാനപരമായി മുന്നോട്ട് പോകുന്ന രാജ്യമാണ് എന്നും അതേസമയം രാജ്യത്തിന്റെ പ്രാദേശിക സമഗ്രതയുടെ അതിന്റെ ആ ഒരു പരമാധികാരത്തെയോ പരീക്ഷിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് മുനീർ വ്യക്തമാക്കുന്നു. സായുധ സേന അംഗങ്ങളോട് സംസാരിക്കവെയായിരുന്നു മുനീർ ഇത്തരമൊരു പ്രകോപനകരമായ പരാമർശം നടത്തിയിരിക്കുന്നത്. ചടങ്ങിൽ പാകിസ്ഥാന്റെ കരസേന, നാവികസേന, വ്യോമസേന വിഭാഗങ്ങളിൽ നിന്നുള്ളവർ മുനീറിന് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിക്കുകയും ചെയ്തു. പുതുതായി തന്നെ സ്ഥാപിച്ച പ്രതിരോധ സേന ആസ്ഥാനം ചരിത്രപരമായ മാറ്റത്തിന്റെ പ്രതീകമാണ് എന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ വളരുന്നതും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഭീഷണികളെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ 3 സേനകളുടെയും ഏകീകൃത സംവിധാനത്തിന് കീഴിൽ ബഹുമുഖ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതാണ് അവിടെ അത്യാവശ്യമാണ് എന്നതും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പാകിസ്ഥാന്റെ പരമാധികാരത്തെ പരീക്ഷിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അതികഠിനമായിരിക്കും പ്രതികരണം എന്നതാണ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നറിയിപ്പായി തന്നെ അസീം മുനീർ പറയുന്നത്. രാജ്യത്തിന്റെ ആദ്യ CDF ആയി തന്നെ നിയമിതനായതിന് പിന്നാലെയാണ് ഇത്തരം ഒരു രീതിയിലുള്ള ഒരു ചടങ്ങ് അവിടെ സംഘടിപ്പിക്കുകയും സായുധസേന ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയും ആ വേളയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന് വ്യക്തമായ സന്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ തന്നെ 3 സേനകളും ഏകീകൃത സംവിധാനത്തിന് കീഴിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നും ചടങ്ങിനിടെ അസീം മുനീർ പറഞ്ഞു. പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ആകട്ടെ, നാവികസേനാ മേധാവി, മറ്റ് വ്യക്തികൾ, ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സംയുക്ത സൈനിക മേധാവി സ്ഥാനത്തിന് പുറമെ തന്നെ രാജ്യത്തിന്റെ ആണവായുധങ്ങളും മിസൈൽ സംവിധാനങ്ങളും കൈകാര്യം ചെയ്യുന്ന നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡറിന്റെ മേൽനോട്ടവും അസീം മുനീർ തന്നെയാണ് വഹിക്കുന്നത്. കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെ പാകിസ്ഥാന്റെ CDF ആയി തന്നെ അസീം മുനീർ നിയമിതനാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.